അങ്ങനെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യുജോങ്ങും ഡോക്ടർ കിമ്മും കൂടിയിട്ട് ഈ ഒരു സൈഡ് എഫക്റ്റിന് എങ്ങനെ പരിഹാരം ഉണ്ടാക്കാമെന്നുള്ള തിരക്കിലായിരിക്കും കേട്ടോ. ആ ടൈമിലാണ് സെയ ഇവളെ വിളിക്കുന്നത്. ചേച്ചി ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയുന്ന ടൈമിൽ ക്യുജോങ് ആണെങ്കിൽ ഞാൻ ബിസിയാണ്, കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇതേ ടൈമിൽ സെയുടെ അടുത്തേക്ക് വരുന്ന അച്ഛനാണെങ്കിൽ നീ ആരെ വിളിച്ചത്, നിന്നോട് ആരാ ഫോൺ വിളിക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ അങ്ങ് ചൂടാകുമ്പോൾ സെയ ശരിക്കും ഞെട്ടുന്നുണ്ട് കേട്ടോ. അച്ഛനാണെങ്കിൽ അവർ ഫോൺ ട്രാക്ക് ചെയ്യും, നിന്റെ അമ്മയ്ക്ക് നീ എവിടെയുള്ളതെന്ന് മനസ്സിലാകും, അവർ വീണ്ടും നിന്നെ എൻ്റെ അടുത്ത് നിന്ന് പറിച്ചു നടും എന്നൊക്കെ പറയുന്നതും ഇത് കേൾക്കുന്ന സെയ ആണെങ്കിൽ ഒന്ന് പേടിക്കുന്നുണ്ട് അച്ഛൻ്റെ പെട്ടെന്നുള്ള ഈ മാറ്റം കണ്ടിട്ട്. അപ്പം അച്ഛനാണെങ്കിൽ മോള് പേടിക്കേണ്ട, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം എനിക്ക് നിന്നെ കിട്ടിയതാണ്, അങ്ങനെ നിന്നെ വിട്ടുകൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് നീ ആരെയും വിളിക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ സെയാണെങ്കിൽ നല്ല കുട്ടിയായിട്ട് വിളിക്കില്ല എന്നവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ ടൈമിൽ ക്യുജോങ്ങും കിമ്മും ഹാനും കൂടിയിട്ട് നല്ല തിരക്കിലായിരിക്കും. ഇവരൊരുപാട് കഷ്ടപ്പെടുന്നതും അങ്ങനെ നൈറ്റ് മാറിയിട്ട് ഡേ ആകുന്ന ടൈമിൽ പ്രൊഫസർ ഹാൻ ആണെങ്കിൽ അവിടെ ഉറക്കം തൂങ്ങുന്നുണ്ട്. അപ്പോൾ കിം ആണെങ്കിലും സക്സസ് ആയി എന്ന് പറയുന്നതും ഇവർക്ക് 3 പേർക്കും ശരിക്കും ഹാപ്പി ആകുന്നുണ്ട്. 3 ദിവസമേ അവർ നമുക്ക് സമയം തന്നിട്ടുള്ളൂ, ഇപ്പം ഇനി 2 ദിവസമേ ഉള്ളൂ, അതിനുള്ളിൽ ഇതെങ്ങനെയെങ്കിലും ചെയ്യേണ്ടതെന്നൊക്കെ പറയുമ്പോൾ കിം ആണെങ്കിലും എല്ലാ പ്രിപ്പറേഷൻസും തുടങ്ങണം, നാളെ നൈറ്റിൽ തന്നെ പറ്റുകയാണെങ്കിൽ നമുക്കിത് ചെയ്യണം എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. പ്രൊഫസർ ആണെങ്കിലും ക്യുജോങ്ങിനോട് അങ്ങനെ സക്സസ് ആയി മോളെ, നമ്മൾ ഇതിനൊരു പരിഹാരം കണ്ടുപിടിച്ചു കഴിഞ്ഞു, എനിക്ക് സന്തോഷം കൊണ്ട് വയ്യ എന്നൊക്കെ പറയുന്നതും ഇനി നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ലീഗുന് അവൻ്റെ ഫസ്റ്റ് ലവിനെ പറ്റിയിട്ടുള്ള ആ ഓർമ്മകൾ അതൊക്കെ അങ്ങ് തിരിച്ചു പൊക്കോളും, പഴയ പോലെ ആയിക്കോളും എന്നൊക്കെ പറയുമ്പോൾ ക്യുജോങ് സന്തോഷമുള്ളതുപോലെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഇവൾക്ക് ശരിക്കും വിഷമാണ് വരിക. കാരണം അവൻ്റെ ചിന്തകളൊക്കെ പണ്ടത്തെ പോലെ ആവുകയാണെങ്കിൽ പിന്നീട് ഇവൾക്കൊരു സ്ഥാനം ഉണ്ടാവില്ലല്ലോ എന്നുള്ളൊരു സംശയം ഇവൾക്കുണ്ടല്ലോ. ഇവളാണെങ്കിൽ പിന്നീട് സങ്കടമൊക്കെ വന്നിട്ട് ഇവനൊരു മെസ്സേജ് അയക്കുന്നുണ്ട്, നമുക്ക് മീറ്റ് ചെയ്താലോ എന്ന് പറഞ്ഞു. പിന്നീട് ക്യുജോങ് വീട്ടിലെത്തുന്ന ടൈമിൽ അമ്മയാണെങ്കിൽ സെയ നിന്നെ വിളിച്ചിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ വിളിച്ചിരുന്നു, പക്ഷേ ബിസി ആയതുകൊണ്ട് എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ അവൾ ഇറ്റലിയിലേക്ക് പോയി എന്ന് അമ്മ പറയുന്നത് കേട്ട് ക്യുജോങ് ശരിക്കും ഷോക്കാകുന്നുണ്ട്. ഇത്രയും പെട്ടെന്ന് ഒന്നും പറഞ്ഞു പോലും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നതും അമ്മയാണെങ്കിൽ എന്തായാലും തിരിച്ചു പോകേണ്ടതല്ലേ എന്നൊക്കെ പറയുന്നതും ആൾ നല്ല സങ്കടത്തിലായിരിക്കും കേട്ടോ. എന്താ പറ്റി അമ്മയെന്ന് ചോദിക്കുമ്പോൾ അമ്മയാണെങ്കിൽ ഒന്നും പറയാതെ വിഷമത്തിൽ അവിടെ നിന്നും പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് ക്യുജോങ് ആണെങ്കിലോ അതിലും വിഷമത്തിലായിരിക്കുമല്ലോ. എന്നാൽ ലീഗുനാണെങ്കിലോ ഇതൊന്നും അറിയാതെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഡേറ്റിങ്ങിന് വരികയായിരിക്കും. ഇവനാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നത് അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് ലവ് ആയിട്ട് ഫസ്റ്റ് ഡേറ്റിങ്ങിന് പോകുക എന്നായിരിക്കും. എന്നാൽ ഇതേ ടൈമിൽ ക്യുജോങ് ആണെങ്കിലോ ഇത് ഞങ്ങൾ തമ്മിലുള്ള ലാസ്റ്റ് ഡേറ്റിംഗ് ആയിരിക്കും, ഇനി അവൻ്റെ ഫസ്റ്റ് ലവിൻ്റെ ഓർമ്മകളിലൊന്നും ഞാൻ ഉണ്ടായിരിക്കില്ല എന്നാണ് കേട്ടോ ഇവൾ ചിന്തിക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരു റെസ്റ്റോറൻറ്റിൽ എത്തുന്നതും അപ്പോൾ ഇവളാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഇനി എന്ത് പറഞ്ഞാലും നമുക്കതൊക്കെ ചെയ്യാമെന്ന് പറയുന്ന ടൈമിൽ ലീഗുനാണെങ്കിൽ ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു അടിപൊളി ഹോട്ടലിലാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നതും അവിടേക്ക് വരുന്ന റിസപ്ഷൻ ലേഡിയാണെങ്കിൽ അയ്യോ നിങ്ങൾ നാളെയാണല്ലോ ബുക്ക് ചെയ്തിരിക്കുന്നതെന്ന് ലീഗിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇന്നായിരുന്നു കാര്യങ്ങളൊക്കെ വേണ്ടതെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ അത് സാരില്ല, വേറൊരു റെസ്റ്റോറൻറ്റിലേക്ക് നമുക്ക് പോകാം, ഇവിടേക്ക് നാളെയും വരാലോ എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ലീഗുനാണെങ്കിൽ ഓഹോ അപ്പം നാളെ എന്നായിട്ട് മീറ്റ് ചെയ്യാൻ നിനക്ക് താല്പര്യമുണ്ടല്ലേ, ഇപ്പം തന്നെ നാളത്തെ കാര്യം കൂടി സെറ്റ് ആക്കുകയാണല്ലേ എന്നൊക്കെ ചോദിച്ച് ഇവനങ്ങ് ചിരി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവനെയും കൊണ്ടുപോകുന്നത് ഈ സ്ട്രീറ്റിലെ ഒരു സാധാരണ തട്ടുകടയിലേക്കൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ലീഗുനാണെങ്കിലും അതെ ഈ കടയും എൻ്റെ കോസ്റ്റ്യൂമും തമ്മിൽ തീരെ മാച്ചില്ല, ഒരു സ്റ്റൈൽ അങ്ങ് സെറ്റ് ആവുന്നില്ല എന്ന് പറയുന്നതും ചിരി വരുന്ന ക്യുജോങ് ആണെങ്കിൽ അത് ശരിയാ, തൻ്റെ സ്റ്റൈല് കുറച്ച് സ്റ്റാൻഡേർഡ് കൂടിയതാണെന്നൊക്കെ പറഞ്ഞ് ഇവനെ അങ്ങ് പൊക്കി അടിക്കുന്ന ടൈമിൽ ലീഗുനാണെങ്കിൽ അങ്ങ് ഹാപ്പി ആകുന്നുണ്ട്. ഇവനാണെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ള റാബിറ്റിനെയും സ്റ്റാർസിനെയും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നിന്നെ കാണുമ്പോൾ എനിക്ക് ഇവരെ പോലെയാണ് തോന്നുന്നതെന്നൊക്കെ പറയുന്നതും ഇതൊക്കെ കാണുന്ന ക്യുജോങ്ങിന് ശരിക്കും ഹാപ്പി ആകുന്നുണ്ട് എന്ന ചെറിയൊരു സങ്കടമുണ്ട്. ഇതേ ടൈമിൽ തന്നെ സെയ കാണിക്കുന്നുണ്ട് കേട്ടോ. ആളുടെ അച്ഛനൊരു വർക്ക്ഷോപ്പ് എന്താണെന്ന് തോന്നുന്നു, അവിടെ ഇരുന്ന് സെയ ഫുഡ് കഴിക്കുന്നതാണ് കാണിക്കുന്നത്. ക്യുജോങ് ആണെങ്കിലും സെയ അവളുടെ അമ്മയുടെ കൂടെ തിരിച്ച് ഇറ്റലിയിലേക്ക് പോയി എന്ന് ഇവനോട് പറയുന്നതും അയ്യോ അത് സങ്കടമായി, അവൾക്ക് അവളുടെ അച്ഛനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലാലേ എന്ന് ലീഗുൻ അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്യുജോങ് ആണെങ്കിൽ താൻ ഒരിക്കലും സെയ എന്തായാലും കാണാൻ പോകണം എന്ന് പറയുമ്പോൾ അതിനെന്താ നമുക്ക് 2 പേർക്കും കൂടി പോവാലോ എന്നാണ് കേട്ടോ ഇവൻ അവിടെ പറയുന്നത്. അപ്പോൾ ഇവളാണെങ്കിൽ ആകെ വിഷമത്തിൽ നിൽക്കുന്നതും ഇത് കാണുന്ന ലീഗുനാണെങ്കിൽ തനിക്ക് എന്തെത്ര വിഷമം, എന്തെങ്കിലും പറ്റുമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വിഷമമൊന്നും ഇല്ലല്ലോ എന്ന് ക്യുജോങ് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ലീഗുനാണെങ്കിൽ അല്ല സെയ്യ തനിക്കൊരു ബ്രേസ്ലെറ്റ് തന്നിട്ടില്ലേ, ഒരു വിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ വിഷ് നടന്നു എന്ന് ചോദിക്കുമ്പോൾ ഏകദേശം നടക്കാറായി എന്നാണ് ക്യുജോങ് തിരിച്ചു മറുപടി പറയുന്നത് കേട്ടോ. ഇവളാണെങ്കിലോ ശരിക്കും സങ്കടമൊക്കെ വരുന്ന ടൈമിൽ കണ്ണുനീര് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഭയങ്കര തണുപ്പാണ്, എനിക്ക് എന്തോ ഭയങ്കര സഫോക്കേഷനൊക്കെ തോന്നുന്നു എന്ന് പറയുന്നതും ലീഗുനാണെങ്കിൽ ഇവൾക്ക് കാര്യമായിട്ട് എന്തോ ഒരു സങ്കടം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇവളോട് നന്നായിട്ടൊക്കെ പെരുമാറുന്നുണ്ട്. അങ്ങനെ നന്നായി പെരുമാറുമ്പോഴാണ് ഇവൾക്ക് കുറച്ചുകൂടി കൂടുതൽ വിഷമം വരുന്നത് കേട്ടോ. ഇവരാണെങ്കിൽ ഒരു ഗാലറിയിലായിരിക്കും, അപ്പോൾ അവിടെ മൊത്തം നടന്ന് എൻജോയ് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ളൊരു സീനാണ് കാണിക്കുന്നത്. അങ്ങനെ നെക്സ്റ്റ് ഡേ ലീഗുനാണെങ്കിൽ ഒരു ജ്വല്ലറിയിലേക്ക് വന്നിട്ട് ഒരു ബ്രേസ്ലെറ്റ് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ ഈ ഡിസൈനൊക്കെ എനിക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നതും പിന്നീട് ഇവനൊരു ഡിസൈൻ ഇരുന്ന് വരയ്ക്കുന്നതുമാണ് കാണിക്കുന്നത്. പിന്നീട് ഇവൻ ക്യുജോങ്ങിന് മെസ്സേജ് അയക്കുന്നുണ്ട്, അതായത് ഇന്നലെ കയറാൻ പറ്റാഞ്ഞ ആ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ഇതേ ടൈമിൽ ക്യുജോങ്ങിനെ പ്രൊഫസർ വിളിക്കുന്നതും അപ്പോൾ ഇവളാണെങ്കിൽ ലീഗിനെ മീറ്റ് ചെയ്യാൻ പോവുകയാണ്, ഞാൻ ആളെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ
നിർത്താമെന്ന് അവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രൊഫസർ ഹാനാണെങ്കിൽ ഓക്കെ എന്നൊക്കെ പറയുന്നതും ആ ടൈമിലാണ് അങ്ങോട്ട് തേയോങ് വരുന്നത്. അപ്പോൾ ആളാണെങ്കിൽ ഭയങ്കര കൂളായിട്ടൊക്കെ അങ്ങ് ആക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നാളെയാണല്ലേ റീസെറ്റിൻ്റെ ഓപ്പറേഷൻ, അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ടായിരിക്കില്ല എന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ തേയോങ് ആണെങ്കിൽ അതെല്ലാം റെഡിയാണ്, ഞാൻ എന്തായാലും ഹോസ്പിറ്റൽ ഡയറക്ടറെ കാണാൻ പോവുകയാണ്, ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് തേയോങ് അവിടെ നിന്നും പോകുന്നത്. അപ്പോൾ പ്രൊഫസർ ഹാനാണെങ്കിൽ അതെന്തായാലും എളുപ്പമായി, ഇനിയിപ്പോൾ ഇവനിവിടെ ഉണ്ടായിരിക്കില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് സീനിൽ ലീഗുനാണെങ്കിൽ ഒരു കോള് വരുന്നുണ്ട്. അത് ഓഫീസർ ആയിരിക്കും കേട്ടോ. അതായത് ഒരു DNA സാമ്പിൾസ് ടെസ്റ്റ് ചെയ്തല്ലോ, അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ അന്വേഷിക്കുന്ന ആളെന്ന് പറഞ്ഞത്, അതായത് ഈ എൻവലപ്പ് അയച്ചത് ഒരു മർഡറാണ്. അതുപോലെ തന്നെ ഒരുപാട് മോഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരു 6 മർഡർ കേസിലൊക്കെ പ്രതിയായിട്ടുള്ള ഒരാളാണെന്ന് പറയുന്നത്. മർഡറോ എന്ന് ഇവിടെ ലീഗുൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് പോലീസ് ഓഫീസർ പറയുന്നത് മറ്റാരെ പറ്റിയിട്ടായിരിക്കില്ല, സേയുടെ അച്ഛനെ പറ്റിയിട്ടായിരിക്കും. ഇതേ ടൈമിൽ സേയുടെ അച്ഛനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ആളാണെങ്കിൽ ഒരു ബേസ്മെൻറ്റിലേക്ക് വരുന്നതും അവിടെ മൊത്തം സേയുടെ ഫോട്ടോസ് എങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ലീഷിൻ്റെ ഫോട്ടോസും ഈ അച്ഛൻ്റെ ഫോട്ടോസൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതിനു ശേഷം ഇവനെ സസ്പെൻഷൻ ചെയ്തല്ലോ, അത് വായിക്കുന്ന അച്ഛന് നല്ല സന്തോഷമാകുന്നുണ്ട്. ആ പേപ്പറിന്ന് ലീഷിൻ്റെ ഫോട്ടോ വെട്ടി ഒട്ടിക്കുന്നതും അവൻ്റെ ആ ഫോട്ടോയിൽ നിറച്ച് കുത്തി വരയ്ക്കുന്നതായിട്ടുള്ള ഒരു സൈക്കോ അച്ഛനെയാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ലീഗിനൊരു കോള് വരുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ ധൃതിപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങി നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കായിരിക്കും. അതായത് ഇവനെ കോള് ചെയ്തിട്ടുണ്ടായിരിക്കുക തേയോങ് ആയിരിക്കും കേട്ടോ. തേയോങ് ആണെങ്കിൽ നൈസായിട്ട് ഇവനെ വിളിച്ചു വരുത്തി. നാളെയാണ് റീസെറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷേ അതിന് മുന്നേ തന്നെ ആരും അറിയാണ്ട് നടത്താനായിരുന്നു പ്ലാന്. എന്നാൽ ലീഗുനാണെങ്കിൽ എവിടെ ക്യുജോങ്, എന്തിനെന്നെ വിളിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ തേയോങ് ആണെങ്കിൽ തനിക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ തന്നെ വിളിച്ചു വരുത്തിയത്, തൻ്റെ അവസ്ഥ വളരെ മോശമാണ്, അവരെല്ലാവരും എന്നെ സ്വാധീനിക്കാൻ നോക്കി, പക്ഷേ എനിക്ക് തൻ്റെ കാര്യം ആലോചിച്ചപ്പോൾ വിഷമം തോന്നി എന്നൊക്കെ പറയുന്നതും താൻ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ചോദിക്കുന്ന ലീഗുനോട് ഇവൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് തനിക്ക് അന്നൊരു ഓപ്പറേഷൻ നടത്തിയല്ലോ, ആ ടൈമിൽ ബാഡ് മെമ്മറി എറൈസർ എന്ന് പറഞ്ഞ ഒരു ട്രയൽ തന്നിൽ നോക്കിയിരുന്നുവെന്നും തൻ്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ള എല്ലാ ബാഡ് മെമ്മറീസും അതുകൊണ്ട് മാഞ്ഞു കളഞ്ഞു, തനിക്കിപ്പോൾ ഗുഡ് മെമ്മറീസ് മാത്രമേ ഉള്ളൂ, തനിക്കതൊന്നും ഓർമ്മയില്ല എന്നൊക്കെ പറയുന്നതും ഇത് കേൾക്കുന്ന ലീഗുന് നന്നായിട്ട് ഹെഡ് ഏക്കൊക്കെ വരുന്നുണ്ട്. ഇവനാണെങ്കിൽ താൻ എന്തൊക്കെ അബദ്ധങ്ങൾ ഈ വിളിച്ചു പറയുന്നത്, ക്യുജോങ് എവിടെ എന്നൊക്കെ ചോദിച്ച് ചൂടാകുന്ന ടൈമിൽ തേയോങ് ആണെങ്കിൽ എനിക്ക് പറയാനുള്ളത് മുഴുവനും കഴിഞ്ഞിട്ടില്ല, ഈ എക്സ്പെരിമെൻറ്റിലെ മെയിൻ എക്സ്പെരിമെൻ്റർ ആരായിരുന്നു എന്നറിയൂ, അത് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ക്യുജോങ് തന്നെയായിരുന്നു എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ലീഗുൻ ശരിക്കും ഷോക്കാകുന്നുണ്ട്. പിന്നെ താൻ എന്താ വിചാരിച്ചത്, തൻ്റെ പിന്നാലെ അവൾ ഇങ്ങനെ നടക്കുന്നത് തന്നെ ഫുൾ ടൈം ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല, അവൾ ശരിക്കും തൻ്റെ ഫസ്റ്റ് ലവ് പോലും അല്ല എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ഇവൻ ആകെ ഷോക്കാകുന്നുണ്ട് കേട്ടോ. ഇതേ ടൈമിൽ ഈ കാര്യങ്ങളൊന്നും അറിയാതെ പ്രൊഫസർ ഹാനാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നും പോകുന്ന ടൈമിലാണ് അവിടെ ഡയറക്ടറെ കാണുന്നത്. തേയോങ് ഡയറക്ടറെ മീറ്റ് ചെയ്യാൻ പോകുന്നു എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ പിന്നെ ഇയാൾ എന്താ ഇവിടെ നിന്ന് ചോദിക്കുന്നതും അതേ ടൈമിലാണ് ഡോക്ടർ നാമിൻ്റെ കോള് പ്രൊഫസർ ഹാനിന് വരുന്നത്. എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ നാം ആണെങ്കിലോ, അതായത് തേയോങ് ഒരു റീസെറ്റ് എക്സ്പെരിമെൻ്റ് ഒരു മൗസിൽ നടത്തിയിരുന്നല്ലോ, ആ എലി ചത്തുപോയി എന്നും അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് തേയോങ് അതിനെടുത്ത് കളഞ്ഞു, പക്ഷെ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുന്ന ടൈമിൽ പ്രൊഫസർക്കാണെങ്കിൽ ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അവൻ നമ്മളെ അപ്പോൾ ശരിക്കും പറ്റിക്കുകയായിരുന്നു എന്ന് പറയുന്നതും എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് പ്രൊഫസർ ഹാൻ അവിടെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ ലീഗുനാണെങ്കിൽ ആകെ വയലൻ്റ് ആകുന്നതും തേയോങ് ആണെങ്കിൽ ഇനിയും വിശ്വാസമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്യുജോങ് തന്നെ അവളുടെ കൈപ്പട കൊണ്ട് എഴുതിയിട്ടുള്ള തൻ്റെ എല്ലാ റെക്കോർഡ്സും ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറയുമ്പോൾ ആ ടൈമിലാണ് കറക്റ്റ് ഹാൻ അങ്ങോട്ട് വരുന്നതും എന്താ ഈ ചെയ്യുന്നത്, മര്യാദയ്ക്ക് കഥക് തുറക്കുന്നൊക്കെ പറയുന്ന ടൈമിൽ ലീഗുനാണെങ്കിൽ പ്രൊഫസർ ഹാനിൻ്റെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന തേയോങ് ആണെങ്കിൽ ആളും ക്യുജോങ്ങിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഇതൊക്കെ നടത്തിയതെന്ന് പറയുമ്പോൾ ലീഗുനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. ഇത് കേൾക്കുന്ന പ്രൊഫസർ ഹാനാണെങ്കിൽ അല്ല ഞാൻ എല്ലാം പറഞ്ഞു തരാം, ഇതെല്ലാം തനിക്ക് വേണ്ടിയാണെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ടൈമിൽ ലീഗുന് ശരിക്കും എന്തൊക്കെയോ തോന്നുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ പ്രൊഫസർ ഹാനിനോട് ആകെ വയലൻ്റ് ആകുന്നതും ആൾക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടി ഉണ്ടായിരിക്കില്ല. എന്നാൽ ഇതേ ടൈമിൽ ഇതൊന്നും അറിയാതെ ക്യുജോങ് ആണെങ്കിൽ ഇവൻ പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നതും ഇവൾക്കൊരു കോള് വരുന്നുണ്ട്. ഇവൾ ഷോക്കായിട്ട് അവിടെ നിന്നും പെട്ടെന്ന് പോകാൻ നോക്കുന്ന ടൈമിൽ ഇവളുടെ കയ്യിലുള്ള ബ്രേസ്ലെറ്റ് പൊട്ടിപ്പോകുന്നുണ്ട്. ഇവളാണെങ്കിൽ അതെടുത്തുകൊണ്ട് നോക്കി നിൽക്കുന്നതും പിന്നീട് അവിടെ നിന്നും പോകുന്നതാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ലാസ്റ്റ് സീനിലായിട്ട് കാണിക്കുന്നത് ലീഗുനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ഓപ്പറേഷൻ ചെയ്യുന്നതാണ്. പക്ഷെ ഇതാരാ ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നൊന്നും കാണിക്കാതെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. തൻ്റെ ശരിക്കുള്ള ഫസ്റ്റ് ലവ് ക്യുജോങ് അല്ല എന്ന് തിരിച്ചറിയുന്നതും പിന്നീട് അതാരായിരിക്കും എന്നൊരു ചിന്ത ഇവന് വരും. അതുപോലെ തന്നെ താൻ ഇതുവരെ യൂസ് ചെയ്യായിരുന്നു എന്നൊക്കെ അറിയുന്ന ലീഗുനാണെങ്കിൽ എങ്ങനെ പെരുമാറും എന്നൊക്കെ ബാക്കി വെച്ചിട്ടാണ് ഒരു സങ്കടത്തോടു കൂടിയിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.